ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ആര്യ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയാലോ? ഞാൻ 3 മണിക്കൂർ കുതിരാൻ വെച്ച് പച്ചരി കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ തന്നെ കുറച്ച് ചോറും ചേർത്തു, കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തു, 2 ഏലക്കായ ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ടൈറ്റായിട്ട് തന്നെ നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക, സോഫ്റ്റാക്കി അരച്ചെടുക്കണം. അങ്ങനെ 1/2 കിലോ ശർക്കരയിൽ നിന്ന് 2 ആണി ശർക്കര മാറ്റി വെച്ചു. ആ ശർക്കരയും നമുക്കൊന്ന് ശർക്കരപ്പായ ഉണ്ടാക്കിയെടുക്കണം. ആട്ട അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കരപ്പായ ഉണ്ടാക്കാൻ ശർക്കര ഞാൻ കഴുകി വൃത്തിയാക്കിയായിരുന്നു. കാരണം ആ ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നന്നായി നീറ്റാക്കി വൃത്തിയാക്കി അതിന് ശേഷം ഞാനതിനെ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഉരുക്കാനാക്കി വെച്ചു. അതായത് ശർക്കരപ്പായ ഉണ്ടാക്കാനാക്കി ഗ്യാസിൽ വെച്ചു. അതങ്ങനെ ശർക്കരപ്പാനിയായി ഉരുകിയൊക്കെ വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇനി കുറച്ച് പണിയുണ്ട്. അതായത് ഇതിലേക്ക് തേങ്ങാക്കൊത്തും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അതിനകത്ത് ഉണങ്ങിയ തേങ്ങ എന്ന വീട്ടിലുണ്ടായിരുന്നു. അത് എടുത്തിട്ട് ഞാൻ കൊത്തി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മളെ കയ്യിൽ എന്താണുള്ളത്, തേങ്ങയാണോ നട്സാണോ എന്തായാലും ചേർക്കട്ടോ. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യട്ടോ. അതുപോലെ തന്നെ മധുരം ചേർക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കുക. നമ്മൾ മധുരം കൂടുതൽ വേണ്ടവരും ഉണ്ടാവും, മധുരം കുറഞ്ഞ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കുക. ഇവിടെ മധുരമൊക്കെ വേണം എല്ലാവർക്കും. നമ്മൾ 1/2 കിലോ ശർക്കരയിൽ നിന്ന് 2 ആണി മാറ്റി വെച്ച് അതിനുള്ള ശർക്കര ബാക്കിയുള്ള എടുത്തിട്ടുണ്ട്. അതങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബദാം ഉണ്ട് വീട്ടിൽ, അതെടുത്ത് അതുകൂടെ അതുപോലെ ചേർത്ത് കൊടുക്കുക. ബദാമും അതുപോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ. നിങ്ങളുടെ കയ്യിൽ എന്ത് നട്സാണുള്ളത് അതൊക്കെ അങ്ങ് ചേർക്കാം കേട്ടോ. നിങ്ങളിഷ്ടം പോലെ. അണ്ടിപ്പരിപ്പ് മുന്തിരി ആണെങ്കിൽ അത് ചേർക്കുക. ഒന്നുമില്ല, ഉള്ളി മാത്രം അരിഞ്ഞിട്ടിട്ടാണ് അങ്ങനെയും ഉണ്ടാക്കുക. തേങ്ങ കൊത്തിട്ടിട്ടാണ് അങ്ങനെയും ഉണ്ടാക്കുക. നമ്മളുടെ ഇഷ്ടമാണ് ഇത്. അതുമല്ലെന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിക്കോട്ടെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ രീതിയിലും ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഏതാ നമ്മൾ ആട്ടയിലേക്ക് മാവ് ഉണ്ടാക്കി വെച്ചതിലേക്ക് ഒരു കല്ല് ഉപ്പ് ചേർത്ത് കൊടുത്തു. മധുര ബാലൻസ് ചെയ്യാൻ കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പക്കാരം സോഡ എന്നൊക്കെ പറയില്ലേ, ചേർത്ത് കൊടുത്തു. നമ്മളെ മാവിലേക്ക് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെ അരിച്ച് ചേർത്ത് കൊടുക്കുക. അരിച്ച് ചേർക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. കാരണം മാവ് നല്ല ടൈറ്റിൽ നിൽക്കുകയാണ്. പച്ച മാവാണ്. അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിക്കുമ്പോൾ കട്ടി പിടിക്കും, അത് വെന്ത് പോകും. അതോടെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നോ നല്ല ടൈറ്റിലുണ്ടാവണം ആദ്യത്തെ അരച്ചത്. പിന്നെ ഈ ശർക്കര പാനി കൂടി ചേർക്കുമ്പോൾ ആണ് ഇത് പാകമായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ വെള്ളം കൂടി പോവും. ഇതിലേക്ക് ഒന്നുമില്ല, വെള്ളം കറുത്തൊരു സാധന, ചെറിയ അണ്ടി. അങ്ങനെ ശർക്കര പാനിയൊക്കെ ചേർത്ത് മാവൊക്കെ ലൂസിലായി റെഡിയായി വന്നു. ഇനി കുറച്ച് നമുക്ക് കൊച്ചുള്ളി, അതായത് ചെറിയ ഉള്ളി അറിയില്ല, ചീനുള്ളി, അതൊക്കെ അരിഞ്ഞ് കഴുകി വട്ടത്തിൽ അരിഞ്ഞ് അതും റെഡിയാക്കി, അതും വേണം നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതാ കുക്കർ വെച്ച് ഗ്യാസ് ഓണാക്കി കുക്കർ ചൂടായി വരുമ്പം 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യൊക്കെ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഈ നട്സൊക്കെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റി ഇതായിട്ടുണ്ട്, പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വെക്കാം. കുറച്ച് മാറ്റി വെക്കണം, കുറച്ച് അതിൽ കുക്കറിൽ തന്നെ വെച്ചിട്ട്. കാരണം അതിൻ്റെ മേലെ കുക്കറിൽ മാവ് ഒഴിച്ചതിന് ശേഷം മേലെ വിതറി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അത് തന്നെ ഉള്ളി ഇട്ടിട്ട് അത് നന്നായിട്ട് ചുമക്കുന്ന വരെ വഴറ്റിയെടുക്കണം. ആ ഉള്ളി റെഡ് കളറിലായിട്ടുണ്ട്, നല്ല വഴറ്റി വന്നിട്ടുണ്ട്.
ഇതിന് മാറ്റി വെക്കുക, കുറച്ച് മാറ്റി വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ നമുക്ക്. കാരണം ഒരു സ്പൂൺ നെയ്യിലാണ് ഇത്രയും കാര്യങ്ങൾ വറുത്തെടുത്ത് നമ്മൾ കുറച്ച് നെയ്യ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് അടിച്ച് വെച്ച് റെഡിയാക്കി വെച്ച മാവിന്ന് പകുതി മാവ് ഈ കുക്കറിലാണ് ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച നട്സിന്ന് കുറച്ച് നട്സും ചേർത്തിട്ടോ. അതിന് മേലെ അങ്ങനെ ഇടുമ്പോഴാണ് അതൊരു അലങ്കാരത്തിന് വേണ്ടിയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഒരു 5 മിനിറ്റ് ഫാസ്റ്റിൽ നിൽക്കട്ടെ കേട്ടോ. ഈ കുക്കർ അടച്ച് വെച്ചു, വിസിലിടാതെ 5 മിനിറ്റ് നല്ല ഫാസ്റ്റിൽ തന്നെ 5 മിനിറ്റിൽ വേവണം. അതൊക്കെ ചെറിയ കുക്കറിൽ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് ബാക്കിയുള്ള മാവ് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ആ കുക്കർ അടച്ചു കൊടുത്തു. 5 മിനിറ്റ് 2 കുക്കർ അടച്ച് കഴിഞ്ഞതിന് ശേഷം തവയിൽ വെച്ചിട്ട് ഞാൻ സ്ലോയിൽ പിന്നെ വേവിച്ചെടുക്കുന്ന 10 മിനിറ്റ് സ്ലോയിൽ വെച്ചെടുത്തു. അത് വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കി കേട്ടോ. ആയിട്ടില്ല, കുറച്ചുകൂടി വെക്കണം. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുത്തി ഞാൻ പപ്പടക്കോലുണ്ടല്ലോ അവിടെ കുത്തി നോക്കുന്നത് റെഡി ആയിട്ടുണ്ട്. ഉഷാറായി, മാഷാ അല്ലാ. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അല്ലേ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ തന്നെ അടച്ചട വെച്ചു. ഇത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. രാവിലെ എണീറ്റിട്ട് കട്ട് ചെയ്യാൻ കരുതി. കാരണം ഇപ്പം കട്ട് ചെയ്യുമ്പോൾ നല്ല ചൂടാണ്, നമുക്ക് അതിന് എടുക്കാനൊന്നും പറ്റില്ല. തണുക്കുമ്പോൾ നമുക്ക് കുക്കറിൽ നിന്ന് വേറിട്ട് കിട്ടുള്ളൂ. അപ്പം നേരം വെളുത്ത് രാവിലെ ആയി. ഇനി നമുക്ക് രാവിലെ എടുത്തിട്ട് അതിനെ ഇളക്കിയെടുക്കാം. മെല്ലെ മെല്ലെ ഇളക്കി ഇങ്ങനെ എടുത്തു കണ്ടോ, ഇളക്കിയെടുത്ത് കിട്ടും. ഇത് തവൻ്റെ അടി വെച്ചതുകൊണ്ട് നമുക്ക് കരിയാണ്ടൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തവൻ്റെ അടി വെച്ചിട്ട് സ്ലോയിൽ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റിൽ 5 മിനിറ്റ് ഫാസ്റ്റിൽ വിസിലിടായി ഇങ്ങോട്ട് വെക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 10 മിനിറ്റ് മതി തവയിൽ വെച്ചിട്ട് സ്ലോയിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ തട്ടിയെടുക്കട്ടെ. അതിന് ഉണ്ടാവും ഇതിൻ്റെ അടിയിലൊന്നും കരിയൊന്നും പറ്റില്ല, കരിഞ്ഞിട്ടേ ഇല്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ നിവർത്തി വെച്ചിട്ട് കണ്ട മക്കളെ, അടിപൊളി കലത്തപ്പല്ലേ, അതിനെ കട്ട് ചെയ്തെടുക്കുക. പച്ചരി അരച്ചുണ്ടാക്കിയ കലത്തപ്പം അത് കേട്ടോ. അതുപോലെ പത്തിരീൻ്റെ പൊടി ഉണ്ടാവില്ലേ, അരിപ്പൊടി, അതുകൊണ്ട് വേണം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് അതിലേക്കാണ് സോഫ്റ്റും ടേസ്റ്റും ഉണ്ടാവും. ഇതാണ് അരി അരച്ചുണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് നോക്കുകയാണ്. അപ്പം അതിനുള്ളതായ പൊരകളൊക്കെ ഉണ്ടാവും. മാഷാ അല്ലാഹ്. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ അതാ ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ആരെടുത്ത് വന്ന് നല്ല അടിപൊളി കലത്തപ്പം തന്നെയായിരുന്നു കേട്ടോ. കൂട്ടരെ എല്ലാവർക്കും